എന്തുകൊണ്ടാണ് വർത്തമാനകാല ഇന്ത്യയിലെ നിയമങ്ങളും നിബന്ധനകളുമെല്ലാം കോർപ്പറേറ്റുകൾക്ക് അനുകൂലമാകുന്നത്? എന്തുകൊണ്ട് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ 34,000 കോടി അദാനി ഗ്രൂപ്പിലേക്ക് ഒഴുകുന്നു? എന്തുകൊണ്ട് ബീഹാറിലെ ഭഗൽപൂരിൽ 1050 ഏക്കർ ഭൂമി വെറും ₹1 നിരക്കിൽ അദാനിക്ക് തീരെഴുതാൻ മോദി സർക്കാർ മുൻകൈയെടുത്തു? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇലക്ട്രൽ ബോണ്ട് നിരോധിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധി വന്ന് 2 വർഷം പൂർത്തിയാകാൻ പോകുമ്പോഴും ബിജെപിയുടെ അക്കൗണ്ടിലേക്ക് ഒഴുകിയെത്തുന്നത് കോടികൾ എന്ന റിപ്പോർട്ട്. 2024-25 സാമ്പത്തിക വർഷത്തിൽ മാത്രം ബിജെപിയുടെ സംഭാവനകൾ വർദ്ധിച്ചത് 50%. 6,088 കോടി രൂപയാണ് ഇക്കാലയളവിൽ ബിജെപിയുടെ അക്കൗണ്ടിൽ എത്തിയിരിക്കുന്നത്. ഇതിന് തൊട്ടു മുൻപത്തെ വർഷം, അതായത് 2023-2024 കാലയളവിൽ അവർക്ക് ലഭിച്ചത് 3,965 കോടി രൂപ, ഏതാണ്ട് 53% വർധന. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന 2024-25 സാമ്പത്തിക വർഷമുണ്ടായ സാമ്പത്തിക വരവിൽ ബിജെപി മറ്റ് രാഷ്ട്രീയ പാർട്ടിയേക്കാൾ ബഹുദൂരം മുന്നിൽ. കോൺഗ്രസിന് ഈ വർഷം ലഭിച്ചത് 522.13 കോടി രൂപ. കണക്കുകൂട്ടി നോക്കിയാൽ പ്രതിപക്ഷ പ്രധാന പാർട്ടിയായ കോൺഗ്രസിന് ഈ വർഷം ലഭിച്ച തുകയേക്കാൾ 12 ഇരട്ടി അധികമാണ് ബിജെപിയുടെ സാമ്പത്തിക വരവ്. ഇതേസമയം രാജ്യത്തെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള 12 പ്രതിപക്ഷ പാർട്ടികൾക്ക് ആകെ കിട്ടിയത് 1,343 കോടി രൂപയാണ്. ഇതിന്റെ ഏതാണ്ട് 4.5 മടങ്ങാണ് ബിജെപി എന്ന ഒറ്റ രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രം ലഭിച്ചത്. ഇനി സംഭാവനകൾ വന്ന വഴി കൂടി പരിശോധിച്ചു നോക്കാം. ബിജെപിക്ക് ലഭിച്ച മൊത്തം പണത്തിന്റെ 60% എത്തിയത് ഇലക്ട്രൽ ട്രസ്റ്റുകൾ വഴിയാണ്. അതായത് ഏതാണ്ട് 3,744 കോടി രൂപയും ഇങ്ങനെയാണ് എത്തിയതെന്ന് ചുരുക്കം. ശേഷിക്കുന്ന 2,344 കോടി രൂപയാകട്ടെ വിവിധ കോർപ്പറേറ്റുകളുടെയും അതിസമ്പന്നന്മാരുടെയും സംഭാവനയാണ്. ഇനി ബിജെപിക്ക് പണം വാരിയെറിയുന്ന പ്രമുഖ കോർപ്പറേറ്റ് കമ്പനികൾ ഏതെന്ന് കൂടി അറിയണം. ഒന്ന്, സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. ഇവർ ഇക്കാലയളവിൽ ബിജെപിക്ക് നൽകിയത് 100 കോടി രൂപ. റുംത സൺസ് ലിമിറ്റഡ് 95 കോടി, വേദാന്ത ലിമിറ്റഡ് 67 കോടി, മാക്രോടെക് ഡെവലപ്പേഴ്സ് 65 കോടി, ITC ലിമിറ്റഡ് 39 കോടി, മാൻകൈൻഡ് ഫാർമ 30 കോടി, ഹിന്ദുസ്ഥാൻ സിങ്ക് ലിമിറ്റഡ് 27 കോടി. ഇത്രയും ലഭ്യമായ വിവരങ്ങൾ മാത്രം, അല്ലാത്തത് ഇതിനപ്പുറമാകും. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് 2024 സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് നിരോധിച്ച ശേഷം 20,000 രൂപയ്ക്ക് മുകളിലുള്ള സംഭാവനകൾ ചെക്ക് വഴിയോ ബാങ്ക് ട്രാൻസ്ഫർ വഴിയോ മാത്രമേ നൽകാൻ കഴിയുള്ളൂ എന്നതാണ്. സുപ്രീം കോടതി തടയിട്ടിട്ടും ബിജെപിയുടെ അക്കൗണ്ട് കോർപ്പറേറ്റുകളുടെയും അതിസമ്പന്നരുടെയും പണം കൊണ്ട് നിറയുന്ന പ്രതിഭാസത്തെ അത്ഭുതമെന്നാണോ ദുരൂഹതയെന്നാണോ വിളിക്കേണ്ടത്? ഇനി നമുക്ക് തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ എത്താം. എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്തെ നിയമങ്ങളെല്ലാം കോർപ്പറേറ്റുകൾക്ക് അനുകൂലമാകുന്നുവെന്ന്? ഇത് തന്നെയാണ് അതിനുള്ള ഉത്തരം.